ഒരു കുവൈത്തുള്ള ഒരു അമ്മേൻ്റെ കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. 2 ദിവസം മുന്നേ അമ്മ എന്നെ വിളിക്കാൻ ഇടയായി. ഈ അമ്മ എന്നെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ എനിക്ക് ഇവിടെ ജോലി സംബന്ധിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിൽ പോയാൽ മതി, ഞാൻ വന്നിട്ട് കുറഞ്ഞ ദിവസങ്ങളെ ആയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച്. അപ്പോൾ പോകാനുള്ള ഏർപ്പാടും കാര്യങ്ങളും അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അവരതിൻ്റെതായ റൂളിൽ ചെയ്തു. ഞാനതിൽ ഇടപെട്ടിട്ടൊന്നുമില്ല. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അതിൻ്റെതായ ആളുകളായിട്ട് കോൺടാക്ട് ചെയ്ത് ചേച്ചി നാട്ടിലേക്ക് പോകാനുള്ള പരിപാടി. അപ്പോൾ ചേച്ചിനോട് ഇങ്ങനെ സുഖവിവരങ്ങളൊക്കെ ചോദിച്ച സമയത്ത് ചേച്ചിനോട് ചോദിച്ചു, നിങ്ങൾക്ക് മക്കളൊക്കെ ഉണ്ടോ? ആ മക്കളുണ്ട്, ഭർത്താവ് മരണപ്പെട്ടതാണ്, കുറച്ച് പ്രായമുള്ളൊരു അമ്മയാണ്. അങ്ങനെ ഞാൻ എന്താ പറഞ്ഞു കൊണ്ടിരുന്നത് വെച്ചാൽ, കേരളത്തിലെ എല്ലാ പെൺകുട്ടികളും ഈ വീഡിയോ കാണുമ്പോൾ 18, 19, 20, 25 വയസ്സിൻ്റെ ഉള്ളിൽ പ്രായമുള്ള ഓരോ പെൺകുട്ടികളും പരസ്പരം അവരുടെ ഇൻബോക്സിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ കാരണത്താൽ ഏതെങ്കിലും 1-2 പെൺകുട്ടികൾ നന്നാവുകയാണെങ്കിൽ വലിയൊരു കിട്ടലല്ലേ. നമ്മളെ കൊണ്ട് അങ്ങനെയൊക്കെ പറ്റുള്ളൂ. അല്ലെ ലോകത്തിലെ എല്ലാ കുട്ടികളെയും നമുക്ക് നന്നാക്കാൻ പറ്റത്തില്ല. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ അമ്മനോട് ഞാൻ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, അമ്മേൻ്റെ അടുത്താണ് കുട്ടീനെ ഞാൻ ആക്കി പോകുന്നത്, കുഴപ്പമൊന്നുമില്ല, സുരക്ഷിതമാണ് എൻ്റെ അപ്പോൾ ഞാൻ ചോദിച്ചു, എത്ര വയസ്സുണ്ട്? 20 വയസ്സ്. അങ്ങനെ മോളെ കല്യാണമൊക്കെ നോക്കുന്നുണ്ടോ ചോദിച്ചു. ഇല്ല, കല്യാണമൊന്നും ഇപ്പോൾ നോക്കുന്നില്ല, അവൾ പഠിക്കണം എന്നൊക്കെ പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ കാലഘട്ടം വളരെ മോശമാണ്, ഇവിടെ പഠിക്കണോ ചോദിച്ചു. നഴ്സിങ്ങിനാണ്, സ്ഥലം ഞാൻ പറയുന്നില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് ഈ അമ്മ ആ മോളെക്കുറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഓക്കെ. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം ഈ അമ്മ എന്ത് പണിയത്, നാട്ടിലേക്ക് പോകാനുള്ള ഏർപ്പാടും കാര്യങ്ങളൊക്കെ ആയി. നാട്ടിലേക്ക് പോകുന്നതിൻ്റെ തലേന്ന് വേറൊരു ചെക്കൻ്റെ കൂടെ സ്നേഹത്തിലായിരുന്നു. എത്ര ഫ്രണ്ട്ലിയായിക്കോട്ടെ, എൻ്റെ മോൻ അങ്ങനെ ചെയ്യൂല, എൻ്റെ മകൾ അങ്ങനെ ചെയ്യൂല എന്ന് ഒരു രക്ഷിതാക്കളും വിചാരിക്കരുത്. ഞാനൊരു രക്ഷിതാവാണ്. കാരണം മക്കൾ എത്ര ഫ്രണ്ട്ലിയായിക്കോട്ടെ, ചില കാര്യങ്ങൾ മക്കൾ മറച്ചു വെക്കും. പക്ഷെ അതൊരു നിലക്കും നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ അമ്മമാർ, സ്ത്രീകളിൽ പെട്ട ഒരുവിധം ആളുകളും 90% പാവമാണ്. കാരണം എല്ലാവർക്കും വലിയൊരു വെളും യുക്തി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എന്താ അറിയോ, അപ്പോൾ അതിൽ പെട്ടുപോകുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. അങ്ങനെ ഈ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത വേറൊരു മതസ്ഥരുടെ കൂടെ ഈ കുട്ടി പോയി. അവരെ ഇതിൽ തന്നെ വേറെ ഏതൊക്കെ ഇതിൽ പെട്ടെ. ഇന്നിപ്പോൾ ആ കുട്ടി ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളുമായിട്ട് കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരാളോട് അഫെയറോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ അവതരിപ്പിക്കുക. അമ്മയും അച്ഛനും അല്ലെങ്കിൽ ഉമ്മയും ഉപ്പനോട് കാര്യങ്ങൾ പറയുമ്പോൾ അവർ നടത്തിത്തരാൻ പറ്റുന്ന ബന്ധമാണെങ്കിൽ അവർ നടത്തിത്തരാൻ ശ്രമിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ആ ബന്ധം വിടുക. അപ്പോൾ ചോദിക്കും, സ്നേഹിച്ചതല്ലേ, പ്രേമിച്ചതല്ലേ, എന്ത് സ്നേഹം ഒക്കെ കുറച്ച് നാളുകൾക്കേ ഉണ്ടാവുള്ളൂ, മനുഷ്യനല്ലേ, മറക്കും. ആരായാലും കുറേ കഴിയുമ്പോൾ എന്താ അറിയോ, ഇതിൻ്റെ ഓരോ പ്രശ്നങ്ങൾ മനസ്സിലിങ്ങനെ വന്ന് അടിയുമ്പോൾ എന്തിനാ കല്യാണം കഴിച്ചത്, അല്ലെങ്കിൽ ഞാൻ സ്നേഹിച്ച കുട്ടിനെ തന്നെ സന്തോഷമായിട്ട് ജീവിക്കുന്നവരുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. അപ്പോൾ എല്ലാ പെൺകുട്ടികളും പ്ലീസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അമ്മമാരോട് അവതരിപ്പിക്കുക കാര്യങ്ങൾ. അതിനുശേഷം എന്താ ഡിസിഷൻ എടുക്കുക. ഇതിൻ്റെ തൊട്ടു പുറകിൽ കേരളത്തെ എന്താ പറയുക, വയനാട് ജില്ലയിലുള്ള ഒരു അവിഹിതത്തെ കഥനെ കുറിച്ച് പറയാനുണ്ട്. പക്ഷേ ആളെ ഞാൻ വെളിപ്പെടുത്തില്ല, എല്ലാവരും അറിയണം, കേരളത്തിലുള്ള എല്ലാ പെൺകുട്ടികളും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് എത്രയോ പെൺകുട്ടികൾ ഈ ഇൻസ്റ്റാഗ്രാം വഴി, ടിക്ടോക്ക് വഴി ഒക്കെ കേട് വന്നുകൊണ്ടിരിക്കുക. അപ്പം ഏതായാലും ഞാൻ കുറച്ച് നാളുകൾ ഓൺ വോയിസ് തന്നെ ആയിരിക്കും. ഒരുപാട് കേസുകൾ വരുമ്പോൾ എങ്ങനെ പറയാതിരിക്കുക എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ആളുകളെ പേരോ കാര്യങ്ങളൊന്നും ഞാൻ വെളിപ്പെടുത്തില്ല. പക്ഷെ നിങ്ങൾ അറിയണം, ഇതാണ് നമ്മുടെ ലോകമെന്ന്. പക്ഷേ ഈ ഓൺ വോയിസ് ചെയ്യുന്നതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഈ വാർത്ത ഇന്നിപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ് നാളെ നമുക്ക് വേറെ വാർത്ത കേൾക്കാനിടയാവും. അതാണ് കേരളം. ഓക്കെ.